മണ്ടപ്പൂറ്റുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലവേദന തലയെ സംബന്ധിച്ചുള്ള ഓരോ രോഗങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം പൂർണ്ണമായിട്ടും ശരിയാണ്. ഹലോ ചേച്ചി. ഹലോ രഞ്ജിനി, ഇതെന്താണ് സർപ്രൈസ് ആയിട്ട് വന്നത്? ഞെട്ടിയല്ലേ? ഞെട്ടിപ്പോയി. എന്തായാലും നല്ല സുന്ദരിയായിട്ട് ഇരിക്കുക. ഇവിടെ അമ്പലത്തിലെ ഉത്സവമാണല്ലേ? അമ്പലത്തിലെ ഉത്സവം. ഓക്കെ, എന്തായാലും ഞാൻ കേട്ടോ. ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവമാണ് അല്ലെ? പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ ചേച്ചിയുടെ മുഖമാണ്. കാരണം സ്ഥിരം പൊങ്കാല ഇടാറുണ്ട്, അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചേച്ചിക്ക് അറിവുണ്ട് അല്ലേ? അപ്പൊ അതെന്തായാലും നമ്മുടെ പ്രേക്ഷകരോടൊക്കെ നമുക്കൊന്ന് പങ്കുവെക്കാം. പിന്നെ ചേച്ചി ഒന്ന് കാണാം. പിന്നെ ഒരു ഹോം ടൂർ പോലെ തന്നെയാണ് ഞാൻ വന്നത്. ചേച്ചി കുറെ നാളായി കണ്ടിട്ട്, അപ്പൊ ഒന്ന് കാണണം, എല്ലാം കൂടെ ചേർത്താണ് വന്നത്. അപ്പൊ ആറ്റുകാൽ അമ്പലത്തിൽ ഈ വർഷം പൊങ്കാല ഇടുന്നില്ലേ ചേച്ചി? ഇടുന്നുണ്ട്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്. ഈ എൻ്റെ വീട്, ഇനി ഒരു കാര്യം എന്നെക്കുറിച്ച് ഞാൻ പറയണം. എൻ്റെ പേര് രാജേശ്വരി. എൻ്റെ വീട് കോട്ടയമാണ്. കോട്ടയത്ത് വെച്ച് ഈ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്സുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആഗ്രഹം വന്നിട്ടുണ്ട്, എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പൊങ്കാല ഇടണം. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. അങ്ങനെ ട്രാൻസ്ഫർ മേടിച്ചാണ് ഞാനിവിടെ വന്നത്. ട്രാൻസ്ഫർ മേടിച്ച് വന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൊണ്ടുണ്ട്. എൻ്റെ സീരിയൽ സംബന്ധമായിട്ടുള്ള ഷൂട്ടിംഗ് മുഴുവനും തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ആ വർഷം മുതൽ ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന്. ഈ പൊങ്കാല ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ തെരളി എന്നൊരു അപ്പം ഉണ്ടാക്കും. പിന്നെ മണ്ടപ്പൂറ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തലവേദന തലയെ സംബന്ധിച്ചുള്ള ഓരോ രോഗങ്ങളും മാറും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം പൂർണ്ണമായിട്ടും ശരിയാണ്. മണ്ടപ്പുറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അരി വറുത്ത് പൊടിച്ച് എടുത്ത് വെച്ചിട്ട് കണ്ടമാനം മൂപ്പിക്കൊന്നും വേണ്ട, കുറച്ച്. എന്തായാലും ഈ മണ്ടപ്പുറ്റ് നമുക്കൊന്ന് ഉണ്ടാക്കാം, ചെയ്ത് നോക്കാം. പിന്നെന്താ? റെഡിയാണോ? റെഡിയാണ്. എന്റെ പൊന്നു, റെഡിയാണ്, കാണിച്ചു തരാം. അപ്പൊ എനിക്കറിയില്ല, ചേച്ചി എല്ലാം ഏറ്റെടുത്തു. സഹായിയായിട്ട് ഞാൻ മോളുണ്ടല്ലേ? എന്റെ മോളാണ്. അപ്പൊ ഇതാണ് കിച്ചൺ അല്ലേ? ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോവാം. ശർക്കര ഇങ്ങനെ ചീകിട്ട ശർക്കര. പിന്നെ നമ്മളിത് ഏലക്ക പൊടിച്ചു വെച്ചത്. മണ്ടപ്പുറ്റുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ചെറുപയർ പൊടിച്ചത്, വറുത്ത് പൊടിച്ചത്. അത് ഇതിൽ പ്രത്യേകം ചേർക്കണം. അരിപ്പൊടി വേണം, എങ്കിൽ തന്നെയാണ് ഇതാണ് ഏറ്റവും ആവശ്യം. ചെറുപയർ വറുത്ത് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുക്കാൻ നൈസായിട്ടല്ല, തരി വേണം. അത് ഇപ്പം തന്നെ റെഡിയാക്കാം. ഓക്കെ. പാകമായി. മോനെ, ഇത് പൊടിച്ചെടുക്കണം. വാ, മതിയായിരിക്കും. അരിപ്പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതിയല്ലോ. അപ്പം ഇനി ഇതിനകത്തോട്ട് മോനെ ഒരു സ്പൂൺ കുടിക്കാൻ നമ്മളെ മധുര ആവശ്യത്തിന് നമ്മുടെ ഇതനുസരിച്ച്. കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. കൂടിയ സ്വാദ് കൂടുതൽ വരും. തേങ്ങ ഇതിപ്പോ ഒരു മുറി തേങ്ങ നമ്മൾ രണ്ട് തവി പൊടിയേ എടുത്തുള്ളൂ. അതിനനുസരിച്ചുള്ള ശർക്കരയും അതിനനുസരിച്ചുള്ള തേങ്ങയും. കൂടുതൽ അരിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതനുസരിച്ച് ഓരോ അളവനുസരിച്ചുള്ളത് എടുക്കണം. ഇതിപ്പോ 2 തവിക്ക് ഒരു തേങ്ങ, ഒരു പയർ. ശരിക്കും പയറാണ് ഇതിന്റെ പ്രധാന സ്വാദ്. അതായത് ആവി വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ അതാണ്. ഇനി ഏലക്കാപ്പൊടി നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പം പരുവായി. ശരിക്കും ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു തവി കൊണ്ട് ഇത് പറ്റില്ല, എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നമ്മുടെ തലയുടെ രൂപം, അതായത് 2 കണ്ണ്, ഇതുകൊണ്ടല്ല വേണ്ടത്, അത് കൈ കൊണ്ടാണേലും മതിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ വെച്ച് പിന്നെ ഒരു മൂക്ക്, പിന്നെ വായ, ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കി വേണം വയ്ക്കാനായിട്ട്. വെക്കേണ്ട, അതായത് നമുക്ക് തലയ്ക്കല്ലേ തലവേദനയോ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി വെച്ച് ശരിക്കും ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയാണ് വയ്ക്കുന്നത്. ഇതിന് ഇതൊക്കെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇതുണ്ട്, നട്ട്സ് ഇല്ലേ നമ്മുടെ കപ്പലുണ്ടേ, അത് കണ്ണും ഇതും മൂക്കും വായും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാന്നാ പറയുന്നത്. 11 അതായത് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെയായിരുന്നു. എങ്ങനെയുണ്ട് ധ്യാൻ? സാധാ ഒരു മനുഷ്യൻ,
സാധാ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വലിയ ജാടയില്ല, ഒന്നുമില്ല, എല്ലാവരോടും സംസാരിക്കും. എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു, ചെന്ന് വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പാവമാണ്, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവം. നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് അതിനകത്ത് ഉൾക്കൊണ്ടാണ് ആ പുള്ളി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മണ്ടപ്പുറ്റുണ്ടാക്കി നമുക്ക് അടുപ്പേ വെക്കണ്ടേ? വെക്കാം, കൈ ഒന്ന് കഴിയിക്കോട്ടെ. അപ്പം മണ്ടപ്പുറ്റ് ഏകദേശം നമ്മൾ ആ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി ഇനി നേരെ അടുപ്പിലേക്ക് ആവി കയറ്റി ഒരു 15 മിനിറ്റ് കരിച്ച അരിപ്പൊടിയും പയറും ഒക്കെ വേഗണ്ട, അതുകൊണ്ട് ഒരു 15 മിനിറ്റ്. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷം. അതെ, എനിക്കൊരു കാര്യം പറയാനുള്ളേ. എൻ്റെ മോൻ സീരിയൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ. ഞാൻ സീരിയൽ വർക്ക് ചെയ്തിട്ട് മോൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ഡബ് ചെയ്യാൻ പോകുമായിരുന്നു. ആ ഡബ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റിലെ തന്നെ അത് ഒരു ഡയലോഗ് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മമ്മി എന്താ ഈ പറയുന്നത്, ഇങ്ങനാണോ പറയേണ്ടത്? എൻ്റെ മോളെ, എൻ്റെ സകല ജീവനും പോയി. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ വളരെ കൂളായിട്ടാണ് പറയുന്നതും, അല്ലെങ്കിൽ അവൾ പറഞ്ഞ് മനസ്സിലാക്കും. മമ്മി ആകുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ അങ്ങ് മമ്മി ഇതെന്ത് പറയുന്നത് ആ ഒരു ലക്ഷണം ഉണ്ടല്ലോ, അങ്ങനെ പറ്റിപ്പോകുന്നല്ല. അതെ, പോരാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. മണ്ടപ്പറ്റ് വെന്തോന്ന് നോക്കാം. ഈ കമ്പി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് കമ്പിയെ പിടിക്കുന്നില്ല. അപ്പോൾ അത് വെന്തു, പാകമായി. ഇനി നമുക്കത് എടുക്കാൻ വെളിയിലേക്ക് എടുത്തിട്ട് നോക്കാം. ഓക്കെ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. മണ്ടപ്പുറ്റ് സാധാരണ എങ്ങനെയുണ്ടെന്നറിയാം. അതെ, ചൂടാണ് കുറേശ്ശെ. കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇതൊരു 4 മണി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു. അതെ, അത് കാര്യം അതിൽ ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റിയാണ്. ചേച്ചി പറഞ്ഞോണം ശർക്കര കൂടുന്തോറും ടേസ്റ്റ് നന്നായിട്ട് ശർക്കര നല്ല മധുരയില്ലേ? അതാണ്. താങ്ക് യു. പാറ്റുകൾ ദേവിക്ക് പൊങ്കാല നിവേദ്യത്തോടൊപ്പം തന്നെ തെരളി മണ്ടപ്പുറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ഈ തലവേദനയൊക്കെ ഉള്ളവർക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മൾ പറഞ്ഞും കൂടെ ചെയ്യുന്ന ഒരു കാര്യം കൂടാണ് അല്ലേ. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ഒരു പൊങ്കാല നിവേദ്യമായിട്ട് മാത്രമല്ല, സാധാരണ ഒരു 4 മണി പലഹാരമായിട്ട് നമുക്ക് അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടാണ്. ശരിക്കും തലവേദന മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മിശ്രിതമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഭയങ്കര നന്ദി, എത്ര പറഞ്ഞാലും പറ്റത്തില്ല. ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ. അപ്പം നമുക്കിനി പൊങ്കാലയ്ക്ക് കാണാം. ഓക്കെ. വളരെ സന്തോഷത്തോடு തന്നെ ഞാൻ ഇവിടുന്ന് വിടവാങ്ങുന്നു. ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി, കേരള കൗമുദി.